everyone, it's Leah and welcome back to my channel. നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പ്യുവർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. SSLC Physicsന്റെ തേർഡ് ചാപ്റ്റർ ആയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 5th പാർട്ടാണ്. ആദ്യത്തെ 4 പാർട്ട് കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടിട്ട് ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് കാണാൻ ആഗ്രഹമുള്ളവർക്കായിട്ടും ലിങ്ക് ഞാൻ മുകളിലും കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കയറി കാണാം. നമ്മുടെ പ്യുവർ നോളജ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഒരു ക്രിയേറ്റീവ് കോർണർ കൂടി ഉണ്ട്. ക്രാഫ്റ്റ് വീഡിയോസ്, DIY വീഡിയോസും ക്രിയേറ്റീവ് വീഡിയോസും മേക്ക് ഓവർ വീഡിയോസും ഒക്കെ ആയിരിക്കും ആ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കാം. അത് പ്ലേലിസ്റ്റ് ആയിട്ട് ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കയറി കാണും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. അതിന്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നുണ്ട്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയായിരുന്നു പഠിച്ചത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ട്രാൻസ്ഫോമർ എന്നും പിന്നെ അത് ബേസ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതെന്താണെന്നും നോക്കാം. സോ transformer is a device used for increasing or decreasing the voltage of AC without changing the electrical power. Transformer എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു AC-യുടെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിക് പവറിന് നമ്മൾ കൊടുക്കുന്ന കറണ്ടിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. So there are 2 types of transformers, step up transformer and step down transformer. നിങ്ങൾക്ക് ഈ ബോർഡിൽ 2 ട്രാൻസ്ഫോമേഴ്സിനെ കാണാം. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇപ്പൊ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറില് പ്രൈമറി കോയിലില് തിക്ക് വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. നോക്കാം, ഇത് പ്രൈമറി കോയിലും ഇത് സെക്കൻഡറി കോയിലും. ഏത് ട്രാൻസ്ഫോമർ എടുത്താലും, സ്റ്റെപ്പ് അപ്പ് എടുത്താലും സ്റ്റെപ്പ് ഡൗൺ എടുത്താലും ഈ സൈഡിലുള്ളത്, അതായത് ഏത് ട്രാൻസ്ഫോമറിനെ നമ്മൾ നോക്കിയാലും ആ ട്രാൻസ്ഫോമറിന്റെ റൈറ്റ് സൈഡിലുള്ളത് പ്രൈമറി കോയിൽ ആയിരിക്കും. ഇതിന്റെ പ്രൈമറി കോയിൽ ഇത്, ഇതിന്റെ പ്രൈമറി കോയിൽ ഇത്. ഓക്കെ, പ്രൈമറി കോയിലിൽ നമ്മൾ എപ്പോഴും ഇൻപുട്ട് ആയിരിക്കും നൽകുക. ഇത്ര ഓർത്താൽ മതി. ട്രാൻസ്ഫോമേഴ്സിന്റെ റൈറ്റ് സൈഡില് പ്രൈമറി കോയിൽ ആയിരിക്കും, പ്രൈമറി കോയിലിൽ നമ്മൾ ഇൻപുട്ട് ആയിരിക്കും നൽകുക. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? സെക്കൻഡറി കോയിലാണ്. ട്രാൻസ്ഫോമേഴ്സിന്റെ ലെഫ്റ്റ് സൈഡില് സെക്കൻഡറി കോയിൽ ആയിരിക്കും. സെക്കൻഡറി കോയിലില് നമ്മൾ ഔട്ട്പുട്ട് ആണ് നൽകുക. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ഇപ്പം? 2 തരം ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ട്രാൻസ്ഫോമേഴ്സിന്റെ ലെഫ്റ്റ് സൈഡില് പ്രൈമറി കോയിൽ ആയിരിക്കും ഉണ്ടാവുക. പ്രൈമറി കോയിലിൽ നമ്മൾ ഇൻപുട്ട് ആയിരിക്കും നൽകുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ റൈറ്റ് സൈഡിൽ സെക്കൻഡറി കോയിൽ ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡറി കോയിലിൽ നമ്മൾ ഔട്ട്പുട്ട് ആയിരിക്കും നൽകുക. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ 2 കോയിൽസും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും കൺസിഡർ ചെയ്യാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ നമുക്ക് തിക്ക് വയേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കാം. പ്രൈമറി കോയിലിൽ സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറി കോയിലിൽ തിക്ക് വയേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കാം. തിക്ക് വയേഴ്സ് ഉള്ളിടത്ത് എന്തായിരിക്കും? ടേൺസ് ഓഫ് ദി കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ കുറവായിരിക്കും. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ തിക്ക് വയേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക, അതിന്റെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രൈമറി കോയിലിൽ തിൻ വയേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. സ്റ്റെപ്പ് അപ്പിൽ തിക്കാണെങ്കിൽ സ്റ്റെപ്പ് ഡൗണിൽ തിൻ ആയിരിക്കും. തിൻ വയേഴ്സ് ആകുമ്പം നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇൻക്രീസസ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ തിക്ക് വയേഴ്സ് വിത്ത് ലെസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ തിൻ വയേഴ്സ് വിത്ത്
increased number of turns of coil. Then step up transformer secondary coil consider ചെയ്യാം. Step up transformer secondary coil അപ്പോൾ എന്തായിരിക്കും? Thin wires ആയിരിക്കും, number of turns കൂടുതലായിരിക്കും. Step down transformer secondary coil thick wires ആയിരിക്കും, number of turns കുറവായിരിക്കും. Just opposite. ഒന്നുകൂടി പറയാം. Step up transformer step down transformer. Step up transformer primary coil thick wires with less number of coils. Step down transformers in the primary coils thin wires with increased number of turns of coil. Step up transformer right side that is secondary coil thin wires with increased number of turns of coil. Step down transformers in the right side that is secondary coil thick wires with less number of turns of coil. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനും തമ്മിലുള്ള ഡിഫറൻസ്. The EMF in the secondary coil and the primary coil will be same. Primary coilലും secondary coilലും നൽകുന്ന EMF സ്റ്റെപ്പ് അപ്പിന്റെ ആയാലും സ്റ്റെപ്പ് ഡൗണിന്റെ കാര്യത്തിലായാലും സെക്കൻഡറി കോയിലും പ്രൈമറി കോയിലും നൽകുന്ന EMF ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിയേ, VP എന്ന് വെച്ചാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി ഇസ് ഈക്വൽ ടു number of turns in primary into EMF. Voltage in secondary is equal to number of turns in secondary into EMF. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്, എക്സാമിന് ഷുവർ ആണ്. എല്ലാ എക്സാമിനും ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. സോ VP is equal to NP into EMF, VS is equal to NS into EMF. അത് അവിടെ കിടക്കട്ടെ, അത് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ഇക്വേഷനിലേക്ക് പോകുന്നത്. VS by VP equal NS by NP. വോൾട്ടേജ് ഇൻ സെക്കൻഡറിനെ വോൾട്ടേജ് ഇൻ പ്രൈമറി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് NS by NP നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. പഠിച്ചു നോക്കാം. VS by VP equal NS by NP. ചിലപ്പോൾ VS ഉം VP NP തന്നിരിക്കും, അപ്പൊ NS കണ്ടുപിടിക്കണം. അപ്പൊ അതിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പൊ അതിനു വേണ്ടി ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 57 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. NS എന്താണെന്ന് തന്നിട്ടുണ്ട്, NP എന്താണെന്ന് തന്നിട്ടുണ്ട്, VP എന്താണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VS ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടേൺസ് NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ദ പ്രൈമറി കോയിൽ 500 ആണ്. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കോയിൽ 10 വോൾട്ട് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ 2500 ആണ്. അപ്പം VS വോൾട്ടേജ് ഓൺ ദ സെക്കൻഡറി കോയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അറിയാം, VS by VP ഈക്വൽ NS by NP. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ വരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ NP is equal to 500. Voltage on the primary coil VP is equal to 10. Number of turns in the secondary coil NS is equal to 2500. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VS ആണ്. ആദ്യം തന്നെ VS by VP equal NS by NP എന്ന ഇക്വേഷനിൽ നിന്ന് എങ്ങനെ VS കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VS ആണ്. VSൻ്റെ കൂടെ VPനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ VS ഈസ് ഈക്വൽ ടു NS by NP ഇൻറ്റു VP. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഈക്വലിന് ഇപ്പുറത്ത് പോകുമ്പോൾ അത് മൾട്ടിപ്ലൈ ആവും, ഇൻറ്റു ആവും അല്ലേ. അപ്പം VS ഇസ് ഈക്വൽ ടു NS by NP ഇൻറ്റു VP. അപ്പോൾ നമ്മുടെ ടേബിളിലെ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് NP ഇസ് ഈക്വൽ ടു 500, VP ഇസ് ഈക്വൽ ടു 10 വോൾട്ട്, NS ഇസ് ഈക്വൽ ടു 2500. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? NS by NP ഇൻറ്റു VP ആണ് VS എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ NS എത്രയാണ്? 2500 by 500 ഇൻറ്റു VP ആയ 10 വോൾട്ട്. അപ്പോൾ 2500 by 500 എത്രയാണ്? 5 ആണല്ലേ. അപ്പോൾ 5 ഇൻറ്റു എത്രയാണ്? VP എന്ന് പറയുന്നത് 10 ആണ്. 5 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 50 വോൾട്ട്. VS ഇസ് ഈക്വൽ ടു 50 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതുപോലെയാണ് അടുത്ത 3 എണ്ണവും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്രയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
NP ആണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കോയിൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിലും തന്നിട്ടുണ്ട്, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിലും തന്നിട്ടുണ്ട്. ഇപ്പോൾ VS/VP ഈക്വൽ NS/NB എന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ NP എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ VS/VP ഈക്വൽ NS/NB. നമുക്ക് ആദ്യം NS എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. VS/VP ഇൻറ്റു NP ആണ് NS എന്ന് പറയുന്നത്. അപ്പം VS/VPയിൽ VPനെ നമുക്ക് NSൻ്റെ കൂടെ ഇൻറ്റു ചെയ്യാം, കാരണം ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പം അത് ഇപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. VS ഇൻറ്റു NP ഈക്വൽ NS ഇൻറ്റു VP എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന VSനെ അപ്പുറത്തും ഉണ്ട്, അപ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പോൾ NP ഇസ് ഈക്വൽ ടു NS ഇൻറ്റു VP ബൈ VS എന്ന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ VS/VP ഈക്വൽ NS/NP എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് അവസാനത്തെ 2 ക്വസ്റ്റ്യനും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? NP ഈസ് ഈക്വൽ NS ഇൻറ്റു VP ബൈ VS. NS എന്ന് പറയുന്നത് 800 ആണ്, VP എന്ന് പറയുന്നത് 100 ആണ്, VS എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 800 ഇൻറ്റു 100 എന്ന് പറയുന്നത് 80,000 ബൈ 25 ചെയ്യുമ്പോൾ ഏത് എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഓരോന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ട്രാൻസ്ഫോമറിന്റെ അല്പ പാർട്ടും കൂടി ബാക്കി കിടപ്പുണ്ട്. അതായത് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പിൽ എന്ത് കൂടുതലാണ്, സ്റ്റെപ്പ് ഡൗണിൽ എന്ത് കുറവാണ്, അങ്ങനെ കമ്പാരിസണും കൂടി ബാക്കി കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയോടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല, മറന്നുപോകും. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലാസ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റൊരു പാർട്ടുമായിട്ട് വരും ദിവസങ്ങളിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.